ഹായ്, ഭദ്ര ഫുഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കർക്കിടകം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്നത്, അതായത് കർക്കിടക മാസം തുടങ്ങുമ്പോൾ നമുക്ക് രാമായണം വായിക്കണമല്ലോ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി ഇടണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് കേട്ടോ ഇത്. എല്ലാ വർഷവും ഇങ്ങനെ കർക്കിടകം 1-ാം തീയതി ആകുമ്പോഴേക്കും വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി ഇടാറുണ്ട്. അപ്പോൾ ഇന്നും അതുപോലൊക്കെ തന്നെ ചെയ്തു. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു വീഡിയോ എടുത്തേക്കാന്ന് നോക്കും. അങ്ങനെ വീടിൻ്റെ എല്ലാ റൂമും കിച്ചണും ഹാളും സിറ്റൗട്ടും എല്ലാം അടിച്ച് വാരി കഴുകി എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിക്കാതിരുന്ന പാത്രങ്ങളും എടുത്ത് തേച്ച് കഴുകി വെച്ചു. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും പിന്നെ എന്നും നമ്മൾ അടിച്ചു വാരി ക്ലീൻ ചെയ്യണ കാരണം വലിയ പാടൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ എടുക്കാതിരുന്ന പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്ത് തേച്ച് കഴിയുമ്പോഴാണ് സമയം ലേറ്റായത്. അങ്ങനെ എല്ലാം വൃത്തിയാക്കി എടുത്തു കേട്ടോ. നാളെ തൊട്ട് രാമായണം വായിക്കണമല്ലോ എന്നോർത്ത് നമ്മൾ എവിടെ ചെന്ന് തൊട്ടാലും അതൊക്കെ പണിയായിട്ടായിരുന്നു വന്നിരുന്നത്. അങ്ങനെ ഇന്നത്തെ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ വീടിൻ്റെ ക്ലീനിങ് കഴിഞ്ഞപ്പോഴത്തേ ഒരു സമയമായിരുന്നു. പിന്നെ കുളിച്ച് വൃത്തിയായി വന്നു കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് നമ്മുടെ നിലവിളക്ക് തേച്ച് കഴുകി വെക്കണമായിരുന്നു. അപ്പോൾ അത് ദ്വാര എന്ന് പറയുന്ന ഒരു ലിക്വിഡുണ്ട്. ആ ലിക്വിഡ് ഉപയോഗിച്ചാണ് നമ്മുടെ നിലവിളക്കും കിണ്ടിയും തട്ടവും സാമ്പ്രാണി കത്തിക്കുന്ന സ്റ്റാൻഡും അങ്ങനെ എല്ലാം തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി രാമായണ പാരായണം തുടങ്ങുന്ന ഒരു ദിവസം തൊട്ട് രാമായണം വായിക്കുന്നതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടു. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇച്ചിരി വൈകി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. പിന്നെ എല്ലാവരും രാമായണം വായിക്കുമെന്ന് വിശ്വസിക്കുന്നു. കർക്കിടക മാസത്തിൽ രാമായണം വായിച്ചാൽ പല ദോഷങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപോകുമെന്നാണ് വിശ്വാസം.